ഹേ ഗായ്സ്, വെൽക്കം ടു ടെക്കുത്താർബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈയിടെയായിട്ട് കുറേ കേട്ടൊരു ഭയങ്കര വലിയൊരു ന്യൂസാണ്. അതായത് പബ്ജി മൊബൈൽ ഗെയിം ഇന്ത്യയിൽ ബാൻ ആവാൻ പോകുന്ന എന്നൊരു ന്യൂസ്. അപ്പോൾ അത് ശരിയാണോ ഇല്ലയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. സോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ബിഗ് ന്യൂസായ ഒരു സംഭവമാണ്, നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിം ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി മുതൽ കളിക്കാൻ പറ്റത്തില്ല, ഇനി മുതൽ ആർക്കും ആ ഗെയിം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പബ്ജി മൊബൈൽ പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും ന്യൂസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ ഒരു ഫോറം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചൈനയിൽ കുറേ ഗെയിംസ് ബാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ആ ലിസ്റ്റിൽ പബ്ജി മൊബൈൽ ഗെയിമും ഉണ്ട്. സോ പക്ഷേ അവർ ഒരു പാച്ച് അപ്ഡേറ്റ് വഴി എല്ലാം ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കി. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ എന്തോ വെരിഫിക്കേഷനോ ഐഡിയോ അങ്ങനെയൊക്കെ ചോദിച്ച് എന്തൊക്കെയോ ഇതുണ്ടായിരുന്നു. പക്ഷേ അവരതൊക്കെ ക്ലിയർ. നിങ്ങൾക്ക് അറിയാമല്ലോ, ചൈന ഒരു സ്ട്രിക്റ്റ് കൺട്രിയാണ്, അവരുടെ ഗവൺമെൻറ് ഒരു സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഫേസ്ബുക്കും ഇതൊക്കെ ബാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമും കുറച്ച് സെക്യൂരിറ്റി ചെയ്തു അങ്ങനെ പക്ഷേ അവരെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറേ ക്രിയേറ്റേഴ്സ് വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് പബ്ജി മൊബൈൽ ഗെയിം എനിക്ക് കിട്ടത്തില്ല, അതിന് ബാനാക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായി. സോ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, പബ്ജി മൊബൈൽ ഗെയിം ഒരിക്കലും ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നില്ല. പബ്ജി മൊബൈൽ ഗെയിം എന്നല്ല, ഒരു ഗെയിമും ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ജി ഗെയിമിൻ്റെന്ന് വെച്ചാൽ കുറേ അവരെ ഓഫീസ് തന്നെ ഇന്ത്യയിലുണ്ട്. അവർ PR ഏജൻസീസും മറ്റും എല്ലാം ഉണ്ട്. ഇവിടെ കുറേ ഇവൻറ്റ്സ് വരെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗെയിം ഇന്ത്യയിൽ ഒരിക്കലും ബാൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ടെൻസെന്റ് കമ്പനിയായ ടെൻസെന്റ് ഗെയിംസ് ആകെയുള്ള ഒരു വലിയ വരുമാനമാണ് നമ്മളെ ഈ പബ്ജി മൊബൈൽ ഗെയിം. ഏകദേശം 7 മില്യൺ പ്ലസ് ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഗെയിം ഒരിക്കലും ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഗെയിം കളിച്ചിട്ട് ഒരു കുട്ടി മരിച്ചെന്ന് വരെ ഒരു ഫേക്ക് ന്യൂസ് വന്നു. ഒന്നല്ല, കുറേ ഫേക്ക് ന്യൂസസ് ഉണ്ട്. എന്തൊക്കെയോ ഫേക്ക് ന്യൂസസ്, ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ നോൺസെൻസ് ആയിട്ടുള്ള കുറേ ന്യൂസസ് ഉണ്ട്. അത് ഷെയർ ചെയ്യാൻ വേറൊരു കൂട്ടരും. സോ എനിക്ക് നല്ലൊരു ബോധമുണ്ട്, ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഗെയിം, ഇത്രയും വലിയൊരു ഗെയിം ഒരിക്കലും ബാൻ ചെയ്യാൻ പോകുന്നില്ല. കുറേ കാരണങ്ങൾ കൊണ്ടാണ് എന്തൊക്കെയോ കാരണങ്ങളാണ് പറയുന്നത്. അതായത് വയലൻസ് ഉണ്ട്. അങ്ങനെ വയലൻസ് പറയുകയാണെങ്കിൽ കുറേ ഗെയിംസ് ഉണ്ട് വയലൻസ് ചെയ്യുന്ന കുറേ ഗെയിംസ് ഉണ്ട്. അതായത് നമ്മളെ GTA എത്ര കാലം മുമ്പുള്ള, അതൊക്കെ ബാൻ ചെയ്യേണ്ട സമയം ഇനി. സോ നിങ്ങളിത് ചിന്തിച്ചാൽ മതി. ഓക്കെ, GTA പോലത്തെ ഗെയിമിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ളും വെടിയും ബോംബും അങ്ങനത്തെ എന്തൊക്കെയോ കളിയാനായില്ല. സോ അങ്ങനത്തെ ഒരു ഗെയിം വരെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന അത്രയേ ഉള്ളൂ. ഒരിക്കലും പബ്ജി മൊബൈൽ ഗെയിം ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ട് ഷെയർ ചെയ്യുക. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇത് കുറേ ആൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടാവുള്ളൂ, ഈ ഗെയിം ബാൻ ചെയ്യാൻ വന്ന് മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടാവുള്ളൂ. സോ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും അറിയട്ടെ, ഇതിൻ്റെ കുറിച്ചിട്ടൊരു ട്രൂത്ത് എന്താണെന്ന് അറിയട്ടെ. സോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഈ വീഡിയോനെ കുറിച്ചോ ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Stay tuned for more updates. Goodbye.